ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാറ്ററി ഡ്രിൽ മെഷീൻ്റെ ഗിയർ ബോക്സും അതുപോലെ ടോർക്ക് സെറ്റിംഗ് ചെയ്യുന്ന അതിൻ്റെ ഉള്ളിലൊക്കെ എന്താണുള്ളത്, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ചക്ക അഴിക്കുന്നത് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അതുപോലെ ഇതിൻ്റെ ചക്ക അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് തുറന്നെടുക്കാൻ പറ്റത്തുള്ളൂ. ചക്ക അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇതിപ്പോൾ ചെസ്റ്റിൻ്റെ ഉള്ളിലത്തെ സാധനമാണ്. ഇതിൻ്റെ ഉള്ളിലെ ഈ ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു റിങ് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. അത് അതിൻ്റെ ഉള്ളിലാണ് ലോക്കാവുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മോട്ടർ അഴിച്ച് മാറ്റാനായിട്ട് ഒരു ചെറിയ ലോക്കാണ് ഈ കാണുന്നത് പോലെ. ആ ലോക്ക് കറക്റ്റായിട്ട് സ്ലൈഡ് അകത്തോട്ട് കയറ്റി വെച്ചാൽ പല്ലും കൂടെ ഗിയറും കൂടെ കറക്റ്റായിട്ട് അതിലേക്ക് കയറ്റി വെച്ചിട്ട് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കാവും. കൃത്യമായിട്ട് കയറ്റി വെക്കണം മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ 2 സ്ക്രൂ വെച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു ബോഡിയിലേക്ക് അത് പിടിപ്പിച്ചിരിക്കുന്നത്. അത് ആ മോട്ടറിൻ്റെ മൗണ്ടിങ്ങിലാണത് വരുന്നത്. ഇപ്പുറത്തേതും അതുപോലെ ലോക്കാണ്. ഇതിങ്ങനെ തിരിയുന്നതിനനുസരിച്ച് ഈ താഴത്തെ ഈ സ്പ്രിങ്ങിൻ്റെ കംപ്രഷൻ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കൂടുകയും കുറയുകയും ചെയ്യുകയാണ്. സ്പ്രിങ് മുറുകുന്നതിനനുസരിച്ച് താഴോട്ടുള്ള പ്രസ്സിങ് കൂടുകയും ഈ ഒരു ത്രെഡിൽ കൂടെയാണ് അത് തിരിഞ്ഞിറങ്ങുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെയൊരു റിങ്ങിൻ്റെ അടിയിൽ 6 സെറ്റ് ബോളുകളുണ്ട്. അതായത് 6 ഹോളുകൾക്കുള്ളിൽ കൂടെ ഈ 2 ബോളുകൾ വെച്ചിട്ട്, അതായത് ഒരു ബോൾ താഴത്തെ അതിൽ ലോക്കാവുമ്പോൾ ഒരു ബോൾ മുകളിൽ നിന്ന് ഈ സ്പ്രിങ്ങിൻ്റെ പ്രസ്സിങ്ങിനനുസരിച്ച് താഴോട്ട് അതിന് ബലം കൊടുക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം വരുന്നത്. അത് നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗം കൊണ്ട് അഴിച്ചിട്ട് ഉള്ളിൽ നിന്ന് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ ഇങ്ങനെ ഇതിനെ ഇങ്ങനെ താഴോട്ട് ബലത്തിന് പിടിക്കുന്നതിനനുസരിച്ച് അത് കൃത്യമായിട്ട് അവിടെ ലോക്കായി നിൽക്കും. അതേസമയം സ്പ്രിങ്ങിൻ്റെ ബലം കുറയുന്നതിനനുസരിച്ച് ഇതിങ്ങനെ മുകളിലോട്ട് മാറി കൊടുത്തിട്ട് തെന്നി സ്ലിപ്പാവുന്നു. ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. ഈ ഒരു ഭാഗമാണ് മുന്നിലത്തെ ചക്കിനെ കറക്കുന്ന ആ ഒരു സംഭവം. ഇതിൻ്റെ മുകളിലുള്ള ആ ഗ്രൂവുകളാണ് 6 ഗ്രൂവുകളാണ്, ആ 6 കട്ടിങ്ങുകളാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെയാണ് നമുക്ക് ബോളുകൾ ലോക്കാവുന്നത്. ഇതുപോലെ ഇങ്ങനെ ബോളുകൾ അവിടെ നിൽക്കുകയും അതിനനുസരിച്ച് മുകളിൽ നിന്നുള്ള പ്രസ്സിങ് വരുന്നതിനനുസരിച്ച് ഈ ബോളിൽ അത് ലോക്കായിട്ട് ഇതിനെ ഒരു യൂണിറ്റായിട്ട് കറക്കുകയും ചെയ്യും. അതല്ല, അതിൽ നമ്മൾ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കുറയ്ക്കുന്നതിനനുസരിച്ച്, അതായത് ടോർക്ക് കുറയ്ക്കുന്നതിനനുസരിച്ച് ഓരോ അതിനനുസരിച്ചുള്ള ബലം അവിടെ വരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അതിന് ആ സ്പ്രിങ്ങിൻ്റെ ബലത്തിനനുസരിച്ച് അപ്പോൾ ആ ബോൾ അതിലേക്കൂടെ തെന്നി പോകുന്നു. അങ്ങനെയാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഓരോ ടോർക്ക് സെറ്റിങ്ങിനനുസരിച്ചുള്ള സ്ലിപ്പിങ് വരുന്നത്, ക്ലച്ച് സ്ലിപ്പാവുന്നത്. ഇതിൻ്റെ നേരത്തെ പുറകിലത്തെ സൈഡിലാണെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഉള്ളിലൊക്കെ കാണുന്ന അതേ തരത്തിലുള്ളൊരു ഗിയർ ബോക്സിൻ്റെ സെറ്റപ്പ് തന്നെയാണ്. മൊത്തം മെറ്റലിൻ്റെ ഗിയറുകളാണ് കാണുന്നത്. ഇതിൽ ഇവിടെയുള്ള ഈ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് ഇതിനകത്ത് ഈ മൂവ് ചെയ്യുന്നത്, ഈ വീല് മൂവ് ചെയ്യുന്നത്. ഈ ലിവർ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ വീല് ഇങ്ങനെ മുന്നോട്ടും പുറകോട്ടും ആവുന്നതിനനുസരിച്ച് ഇവിടെ ഈ വീലുകളെ തമ്മിൽ ലോക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അതിൻ്റെ സ്പീഡ് കൂടുകയും ചെയ്യുന്നത്. ഇപ്പോൾ നോർമലി കറങ്ങുമ്പോൾ ഇതിങ്ങനെ കറങ്ങും, ഇത് 2 യൂണിറ്റായിട്ട് കറങ്ങുന്ന. പക്ഷേ ഇത് വന്ന് ഇവിടെ ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ ഒറ്റ യൂണിറ്റായിട്ട് കറങ്ങുകയും അതിനനുസരിച്ച് ഇവിടെ അതിൻ്റെ സ്പീഡ് കൂടുകയും ചെയ്യും. ഇതിപ്പം 2 തരത്തിലുള്ള വീലുകളാണ്. ഇത് 3 വീലേ ഉള്ളൂ. ഇവിടെ എന്നാൽ അതിന് പകരം 5 വീലുകളുണ്ട്. ഈ 5 വീലുകളിൽ ആയിരിക്കും ഒരു തവണ കറങ്ങുന്നത്. രണ്ടാമത്തെ തവണ ഇത് ഒറ്റ യൂണിറ്റായിട്ട് കറങ്ങുമ്പോൾ 3 വീലിലായിരിക്കും എന്നുള്ളത് എടുത്തിട്ടായിരിക്കും കറങ്ങുന്നത്. ഇതിൽ തന്നെ ഇതിന് പല്ലുകളിൽ വ്യത്യാസം ഉണ്ടാവും. ഈ 5 എണ്ണം ഉള്ളതിൽ ഒരു വീലിൽ ഒരു ഗിയറിൽ 10 പല്ലുകളാണുള്ളത്. അതേസമയം ഇവിടെ വരുമ്പോൾ 15 പല്ലുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഗിയർ റിഡക്ഷനും സ്പീഡ് കൂടുതലും കുറവൊക്കെ ഉണ്ടാവും. ഇതാണ് സംഭവം. ഇതിനെ തമ്മിൽ ലോക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ സാധനം നമ്മൾ മുകളിലത്തെ ചെറിയ ഇത് പ്രസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു ഔട്ടർ ഗിയറും ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു ആക്ഷനാണ് എൻ്റെ ഇത് മുകളിലത്തെ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ നടക്കുന്നത്. ഇങ്ങനെയൊരു ഇതാണ് ഇത്. ഈ 2 വീലുകളെ തമ്മിൽ കയറി ലോക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ഇങ്ങനെ മാറിക്കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഇപ്പോൾ കറക്റ്റായിട്ട് ലോക്കായി നിൽക്കുന്നത്. ഇപ്പോൾ മുകളിലത്തെ മാത്രം ഫ്രീ ആയിട്ട് കറങ്ങും. അങ്ങോട്ട് മാറിക്കൊടുത്തു കഴിഞ്ഞാൽ ഡബിൾ യൂണിറ്റായിട്ട് കറങ്ങും. മറ്റേ ഇതിനെ തമ്മിൽ ലോക്ക് ചെയ്യുന്നതാണിത്.
ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വ്യൂ. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് തിരിച്ചിടാം. നമുക്ക് കുറേ കാലമൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള മെഷീനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്ന് ഇതിൻ്റെ ഗ്രീസൊക്കെ പോയിട്ട് കഴിഞ്ഞാൽ ഒച്ച കേൾക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഒന്ന് അഴിച്ചിട്ട് ഗ്രീസ് ചെയ്യാൻ പറ്റും. മെറ്റൽ ഗിയറുകളായതുകൊണ്ടും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഗ്രീസ് ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് ഗ്രീസ് അത്യാവശ്യമാണ്. നമ്മൾ അതിനെ അഴിച്ചെടുത്തിട്ട് ഇപ്പോൾ ഇതുപോലെ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിനെല്ലാം നമുക്കത് ഗ്രീസ് ചെയ്ത് തിരിച്ചിടാൻ പറ്റും. ആദ്യം ഇതിൻ്റെ ഈ ഭാഗം തന്നെ നമുക്കതിനെ ഗ്രീസ് ചെയ്തിട്ട് ഈ ഭാഗത്തും ഇവിടെ ആ ബോൾ സ്ലിപ്പാവുന്ന ഭാഗത്തെല്ലാം ഗ്രീസ് ചെയ്ത് നമുക്കത് തിരിച്ചിടാം. അതുപോലെ ഓരോ ഭാഗത്തും ആവശ്യത്തിന് ഗ്രീസ് ഇട്ടിട്ട് തിരിച്ചിടുക. ഇതിൻ്റെ ഫസ്റ്റിലത്തെ ആ ഒരു കുറച്ച് ഗിയറുകൾ മുന്നിലത്തെ ചക്ക് പിടിച്ച് നിൽക്കുന്ന ആ ഭാഗത്ത് ആ ചക്കിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഷാഫ്റ്റും ഒക്കെ പിടിച്ച് നിൽക്കുന്നതിൻ്റെ അവിടെ 2 ലോക്ക് വരുന്നുണ്ട്. ലോക്കിങ്ങിന് ആയിട്ട് 2 പിന്നുകളാണ്. അത് ജസ്റ്റ് അതിൽ സ്ലൈഡ് ചെയ്ത് വെച്ച് അതിനെ കറക്റ്റായിട്ട് തള്ളി വെച്ചിട്ട് സ്ലൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ പുറത്തോട്ട് പോരത്തില്ല. അത് ഊരി മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ പുറത്തോട്ട് വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അത് കൃത്യമായിട്ട് ഇടുക. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് അത് കൃത്യമായിട്ട് അവിടെ ഇടാം. അതുപോലെ തന്നെ ആ സർക്കിൾ ലോക്കും തിരിച്ചിടണം. ഇതിനുള്ളിലെല്ലാം ഗ്രീസ് അപ്ലൈ ചെയ്തിട്ട് തിരിച്ചിടുക. ഇതെല്ലാം കംപ്ലീറ്റായിട്ട് കറക്റ്റായിട്ട് ആ ഓരോ കട്ടിങ്ങുകളുണ്ട്. ആ കട്ടിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് എവിടെ ഇരുന്നോളും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.